ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പുട്ടായിട്ടാണ്. പുട്ടുപൊടി ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന പുട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള അരി വെച്ചിട്ടാണ് ഈ പുട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ പുട്ടിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പഴം നിറച്ചിട്ടാണ് ഈ പുട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ പറയത്തില്ല, ഒരു ചെമ്പ പുട്ടിൻ്റെ സ്റ്റൈലിലൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു പുട്ടാണ്. വളരെ സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലത്തെ പുട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഈ ഒരു കപ്പ് വലിപ്പത്തിൽ 2 കപ്പോളം ഉള്ള മട്ട റൈസാണ് എടുത്തിരിക്കുന്നത്. മട്ട റൈസാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയുക. ഞാനിപ്പോൾ പല റൈസുകളൊക്കെ വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മട്ട റൈസിൻ്റെ ആ ഒരു പെർഫെക്ഷൻ എനിക്ക് മറ്റുള്ള റൈസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മട്ട അരി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പുട്ട് ഉണ്ടാക്കാൻ പോകുന്നത്, പഴം വെച്ചിട്ടുള്ളൊരു പുട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു അരി നന്നായിട്ട് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് കുതിർത്ത് വെക്കണം. ഞാൻ ഒരു രാത്രി മുഴുവൻ കുതിർത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിതൊന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം രാവിലെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ദിവസം ആയിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് ഊറ്റിക്കളഞ്ഞ് ബാക്കി വെള്ളം നമുക്കിതുപോലെ ഒരു അരിപ്പയിലൊന്ന് അരിച്ച് വെക്കാം. അല്ലെങ്കിൽ ഒരു നിങ്ങൾ എന്താ സൗകര്യം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഒരു 10 മിനിറ്റ് നമുക്ക് അരി ഇതുപോലെ ഒന്ന് വാർക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളിതിലത്തെ വെള്ളം ഒന്ന് ഊർന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അത്യാവശ്യം വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെള്ളം എത്ര പോയെന്നാലും ഈ അരിക്കകത്ത് അല്പം വെള്ളമൊക്കെ കാണും കേട്ടോ. കാരണം അരി അല്പം വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അത് മതി, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പഴമാണ് എടുത്തിരിക്കുന്നത്. 2 നേന്ത്രപ്പഴം. നമുക്ക് പഴുത്തത്, നന്നായി പഴുത്തത് എടുത്താൽ നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം പഴുപ്പാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്തായാലും ആവി കയറ്റുന്നുണ്ട്. അപ്പോൾ അത് ഇച്ചിരി സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് പഴം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്കതല്ല നല്ല ചെറിയ സ്ക്വയറായിട്ട് ഇങ്ങനെ ക്യൂബായിട്ടുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ഗ്രേറ്ററിൽ വെക്കുമ്പോൾ നമുക്കെല്ലാം ഒരുപോലെ അങ്ങ് എന്താ പറയുക, നല്ല നൂല് പോലെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഗ്രേറ്ററിൽ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ 2 പഴങ്ങളും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ ആ 2 പഴം ഗ്രേറ്റ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഞാനെടുത്ത പഴം ഭയങ്കര പഴുപ്പ് കൂടിപ്പോയി. അതുകൊണ്ടാണ് ഇതിങ്ങനെ കുഴഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഒരു 1/2 കപ്പോളം ഉള്ള തേങ്ങ, ഫ്രഷ് ആയിട്ട് ചെരുകിയ തേങ്ങ ചേർത്തിട്ടുണ്ട്. തേങ്ങ ചേർക്കുമ്പോൾ പുട്ടിന് എക്സ്ട്രാ സ്വാദല്ലേ. പിന്നെ അല്പം മധുരം കൂടെ ചേർത്തിട്ടുണ്ട്. കാരണം ഞാനെടുത്ത പഴത്തിന് വലിയ മധുരമില്ല. അപ്പോൾ അതുകൊണ്ട് 1 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മിക്സ് അവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെള്ളമൊക്കെ ഊർന്ന് പോയിട്ടുള്ള ആ ഒരു റൈസ് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഞാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആയിട്ടുള്ള അരി എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിനി കുറച്ച് അരി എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ 1 കപ്പൊക്കെ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ചെറിയ ജാറ് വെച്ചിട്ട് നമുക്കൊരു 3-4 ബാച്ചിൽ ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അരിയൊക്കെ എല്ലാം ഒരുപോലെ ഒന്ന് അരഞ്ഞ് വരും കേട്ടോ, അല്ലെങ്കിൽ പൊടിഞ്ഞു വരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വലിയ മിക്സിയാണ്, വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഞാനൊരു അരഭാഗത്തിൻ്റെ ഒരു 1/4 ഭാഗം എന്ന് പറയാം, അത്രത്തോളം നിറച്ചിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അത് നോക്കിക്കേ, നമ്മുടെ പുട്ട് നനച്ച ആ ഒരു ഫോമിലാണ് നമുക്ക് വരിക. കാരണം നമ്മൾ നനച്ച പുട്ട് നമ്മൾ കയ്യിലൊന്ന് പീച്ചുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പ് ഫോം ചെയ്യത്തില്ലേ. അപ്പോൾ അതിനർത്ഥം അതിലത്തെ വെള്ളമൊക്കെ കറക്റ്റ് ആണെന്നാണ്. അപ്പോൾ അതേപോലെ നമുക്ക് പുട്ടുപൊടി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള അരി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ വേണം നമ്മളിതൊന്ന് ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ പുട്ടുപൊടി ഈ ഒരു ബൗളിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കാണിക്കാം. ഞാൻ ഇതിനകത്ത് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഞാനൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു നല്ലൊരു, നമ്മൾ എങ്ങനെയാണ് പ്രസ് ചെയ്യുന്ന ആ ഒരു ഷേപ്പിലോട്ട് ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇതിനകത്ത് വെള്ളമൊക്കെ ആയിട്ടുണ്ടെന്നാണ്, കറക്റ്റാണ് പരുവം എന്നാണ്. ഞാൻ ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മട്ട റൈസ് നമ്മൾ ആ മിക്സിയിൽ ചേർത്ത സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് അനുസരിച്ച് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. പക്ഷെ ഞാനിന്നിപ്പോൾ ഇവിടെ മട്ടരി ആയതുകൊണ്ട് അതിനകത്ത് തന്നെ ഇച്ചിരി ഉപ്പുണ്ട്. അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ട് വേണം നിങ്ങൾ ഇതിനകത്ത് ഉപ്പ് ചേർക്കാൻ. ഇനിയിപ്പോൾ ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിൻ്റെ വെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്. ഉപ്പിൻ്റെ പൊടി ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കാൻ സാധ്യതയുണ്ട്, പ്രോപ്പറായിട്ട് അത് മിക്സ് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അല്പം ഉപ്പും അതുപോലെ തന്നെ അല്പം വെള്ളം കൂടെ ചേർത്തിട്ടുള്ള ഉപ്പ് വെള്ളമാണ് ഒന്ന് തളിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ അതാ നമ്മുടെ പുട്ടുപൊടിയും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതെങ്ങനെ സാധാരണ നമ്മൾ പുട്ടും കുറ്റിയിലിടുന്നത് പോലെ തന്നെയാണ്. നമുക്കിത് ചിരട്ടപ്പുട്ടിൻ്റെ ഫോമിൽ ഉണ്ടാക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറ്റിയിൽ ഉണ്ടാക്കാം. ഞാനിന്നിപ്പോൾ ഇതാ ഈ ഒരു പുട്ടും കുറ്റിയിലാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ആദ്യം തേങ്ങ ഇടണോ എന്നൊക്കെ അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും അല്പം പ്ലെയിൻ ആയിട്ടുള്ള തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉള്ള നമ്മുടെ പഴത്തിൻ്റെയും തേങ്ങയുടെയും പഞ്ചസാരയുടെയും മിക്സ് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പുട്ടുപൊടി ചേർക്കുക. പിന്നെ ഇടയ്ക്ക് നടുക്കിൽ വെച്ചിട്ട് ഞാൻ വീണ്ടും പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് 2 or 3 ലെയറായിട്ട് നമുക്ക് ഈ പഴത്തിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഞാനതൊന്ന് നിറച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ പുട്ടുംകുറ്റിയിൽ പുട്ടൊക്കെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെമ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇതൊരു 5 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെ ഒന്ന് ആവി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ആവി വന്നു കഴിഞ്ഞ് പിന്നെ 1 മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് പുട്ടെടുക്കുക കാണിക്കാം കേട്ടോ. കണ്ടോ, ഞാനിപ്പോൾ ഇവിടെ 2 ലെയർ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 2 or 3 or 4 ലെയർ വരെ നമ്മുടെ ഭംഗിക്ക് അനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ പുട്ടാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി കടയിൽ നിന്നൊന്നും ഈ ഒരു എന്താ പറയുക പ്രിസർവേറ്റീവ്സും അല്ലെങ്കിൽ മായം ചേർത്തിട്ടുള്ള പൊടികളൊന്നും മേടിക്കേണ്ട. നമ്മുടെ വീട്ടിലുള്ള മട്ട റൈസ് വെച്ചിട്ട് നല്ല സൂപ്പർ നല്ല ചെമ്പാപ്പുട്ട് പോലത്തെ പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.